ജനാധിപത്യത്തെ സംബന്ധിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ഇത് കോൺഗ്രസ്സുകാർ ഇപ്പം ഭരിക്കുകയാണെങ്കിൽ ഞാൻ ഇത് തന്നെ പറയും. 2 തവണ ഭരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രതിപക്ഷത്തിരിക്കേണ്ട സമയമായി. പ്രതിപക്ഷത്തിരിക്കുന്നത് നല്ലതാണ് പാർട്ടികൾക്കെന്നാണ് എൻ്റെ ഒരു മുമ്പെയുള്ള കാഴ്ചപ്പാട്. കാരണം അത് ജനാധിപത്യത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടാണ്. ജനാധിപത്യത്തെ ജനാധിപത്യമാക്കുന്നത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തിൻ്റെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നത്, വീഴ്ചകൾ കണ്ടുപിടിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതൊക്കെ തന്നെ. അതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നത് ശക്തി കൂടാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഏത് പാർട്ടിയായാലും തുടർച്ചയായിട്ടുള്ള ഭരണത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അത് കൂടുതൽ അഴിമതിയിലേക്ക് നയിക്കാം, അധികാര കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചേക്കാം, ഞങ്ങൾ അജയ്യരാണെന്നുള്ള തോന്നലിലേക്ക് നയിച്ചേക്കാം. അത് പാർട്ടികൾക്കുണ്ടാകേണ്ട വിനയം, ജനങ്ങൾക്ക് മുമ്പിലുള്ള വിനയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ഇല്ലാതാക്കുന്നതിന് കാരണമാകാനുള്ള ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പാർട്ടിയായാലും ഈ നിരന്തരമായ ഭരണം എന്നുള്ളത് ഒരു ജനാധിപത്യത്തെ സംബന്ധിച്ച് നല്ലൊരു ആശയമല്ല. അത് ഞാൻ പറഞ്ഞത് ബംഗാളിലെ അനുഭവം കൂടി മനസ്സിൽ വച്ചിട്ടാണ്. എങ്ങനെയാണ് പലപ്പോഴും പാർട്ടി പോലും ആഗ്രഹിക്കാത്ത ആളുകളും പ്രവർത്തകരുമൊക്കെ അതിലേക്ക് കടന്നു വരുന്നത്, അവർ ക്രമേണ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഈ സംവിധാനമൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ബംഗാളിൽ വളരെ വ്യക്തമായിട്ട് കണ്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ആ തരത്തിലൊരു തകർച്ച ഇടതുപക്ഷത്തിനും ഉണ്ടാകാതിരിക്കണമെങ്കിൽ അത് കൂടുതലായിട്ട് പ്രതിപക്ഷത്തിരിക്കാനുള്ള തയ്യാറാകണം. പ്രതിപക്ഷത്തിരുന്നുകൊണ്ടുള്ള സജീവമായ പ്രവർത്തനം നടത്താൻ. ഞാൻ ഒന്ന് എടുത്തു ചോദിക്കുമ്പോൾ ഈ ബംഗാളിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിലെ അവസ്ഥയിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കം BJP അടക്കമുള്ള ആളുകൾ പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി എന്ന് അങ്ങനെ തോന്നുന്നു? ഇല്ല, പോയി എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി വീണ്ടും ഒരു ഭരണം കൂടി വന്നാൽ അവസരവാദികളായ ധാരാളം ആളുകൾ ഇടതുപക്ഷത്ത് ചേരുകയും സ്വന്തം കാര്യങ്ങൾ സ്വാധിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യാനിടയുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ സ്വാഭാവികമായും പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ ഇല്ലാതാവുകയും അത് ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകലുകയും ചെയ്യും. അത് ആ സാധ്യത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വിപൽക്കരമായൊരു സാധ്യതയാണ്. ഏത് ജനകീയ പാർട്ടിയെ സംബന്ധിച്ചും വിപൽക്കരമായൊരു സാധ്യത. ഈ ആഗോളീകരണത്തിന്റെ കാലത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായി CPIM മാറി എന്നുള്ളതാണ് പൊതു വിമർശനം പല ബുദ്ധിജീവി കേന്ദ്രങ്ങളിൽ നടക്കം വരുന്നത്. അങ്ങനെ ഒരു വിമർശനത്തിന് എന്തെങ്കിലും സാമ്പുണ്ടായി തോന്നുന്നു? ഇല്ല, നേരെ മറിച്ച് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായി മാറുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി വേണ്ടതെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പോഴും സായുധ വിപ്ലവത്തെ പറ്റിയോ അല്ലെങ്കിൽ ഈ റഷ്യയിലോ ചൈനയിലോ ഒക്കെ നടന്ന പോലൊരു വിപ്ലവം ഇന്ത്യയിൽ നടക്കുമെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അതിലെന്തോ കാപട്യമുണ്ട്. 2 തരത്തിലുള്ള അപകടങ്ങൾ അതിലുണ്ട്. ഒന്ന്, ആ വിപ്ലവങ്ങളെല്ലാം എങ്ങോട്ട് നയിച്ചു എന്ന് നമുക്കറിയാം. സോവിയറ്റ് യൂണിയൻ തകർന്നു പോയതിനെപ്പറ്റി നമുക്കറിയാം. അവിടെ സ്റ്റാലിനിസം ഉണ്ടായി, അതിനെ തുടർന്ന് ഏകാധിപത്യവും ഭീതിയും ഉണ്ടായി, അതിനെ തുടർന്ന് ഭാഷകളുടെയും പ്രാദേശിക സംസ്കാരങ്ങളുടെയും അടിച്ചമർത്തലുണ്ടായി. അങ്ങനെ സോവിയറ്റ് യൂണിയൻ സ്വാഭാവികം എന്ന പോലെ തകർന്നു. ചൈനയാണെങ്കിൽ ഇന്നൊരു ബദൽ സാമ്രാജ്യ ശക്തിയായി ഉയർന്നു വരികയും ചെയ്യുന്നു. അപ്പോൾ ആ തരത്തിൽ ഒരു വിപ്ലവം നടന്നാൽ ഉണ്ടാകാൻ നമ്മൾ കണ്ട സാധ്യതകൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. നമുക്ക് ക്യൂബയെ പറ്റിയോ വിയറ്റ്നാമിനെ പറ്റിയൊക്കെ പറയാൻ, ചെറിയ രാജ്യങ്ങളെപ്പറ്റി ഇപ്പോഴും ഒരു കമ്മ്യൂണിസത്തിൻ്റെ ചില ഘടകങ്ങൾ നിലനിൽക്കുന്ന, പക്ഷേ വലിയ രാജ്യങ്ങൾ ക്രമേണ തകർന്നു പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് സായുധ വിപ്ലവമല്ല വേണ്ടത്, ശരിയായ അർത്ഥത്തിലുള്ള കാരണം സോഷ്യൽ ഡെമോക്രസി എന്നുള്ളത് പലപ്പോഴും പരിഹാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു വാക്കാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം കമ്മ്യൂണിസത്തിൽ നിന്ന് അകലുന്നു എന്നുള്ളത്. നേരെ മറിച്ച് സോഷ്യലിസം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളൊരു ഡെമോക്രസിയിൽ തന്നെയാണ് എല്ലാ ഇന്ത്യൻ ജനാധിപത്യ പാർട്ടികളും വിശ്വസിക്കേണ്ടതെന്നുള്ള ഒരഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് ആവുന്നതിൽ എന്തെങ്കിലും അപജയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 10 വർഷത്തെ ഭരണപക്ഷത്തെയും സർക്കാരിനെയും പ്രതിപക്ഷത്തെയും സച്ചിദാനന്ദൻ സാർ എങ്ങനെ വിലയിരുത്തും? 10 വർഷത്തെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. വികസനത്തിൻ്റെ കാര്യത്തിൽ, പരിസ്ഥിതിയുടെ കാര്യത്തിൽ, നമ്മുടെ സാക്ഷരതയുടെ വർധനവ്, മലയാള ഭാഷയ്ക്ക് നൽകപ്പെടുന്ന പുതിയ പ്രാധാന്യം, പല രീതികളിലുള്ള നല്ലത് എന്ന് തീർച്ചയായിട്ടും പറയാവുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓഫീസുകൾ കുറച്ചുകൂടി
ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു എന്താ പറയുക അത് സേവനങ്ങൾ നൽകാൻ കൂടുതലായിട്ട് തയ്യാറാവുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അതേസമയം തന്നെ ജനങ്ങളിൽ ഈ പാർട്ടിയെയോ പാർട്ടി നേതൃത്വത്തെയോ വിമർശിക്കാനുള്ള ഭയം വർദ്ധിച്ചു വരുന്നതും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് പാർട്ടിക്കകത്ത് ചിലപ്പോൾ സമ്മേളനങ്ങളിൽ അവർ പറഞ്ഞേക്കാം, പക്ഷേ പാർട്ടിക്ക് പുറത്ത് പറയാനോ പാർട്ടിയോട് നേതൃത്വത്തോട് തന്നെ സംസാരിക്കാനോ ഉള്ള ഭയം വർദ്ധിക്കുന്നുണ്ട്. അതൊരു ജനാധിപത്യ പാർട്ടിക്കും ഭൂഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വിമർശനങ്ങൾ തുറന്നു പറയാൻ അല്ലെങ്കിൽ ഒരു സമുദായങ്ങളെ പ്രീണിപ്പിക്കാൻ ഒരു പാർട്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ സമുദായ പ്രീണനം തെറ്റാണ്. ഒരു മതേതര പാർട്ടി അല്ലെങ്കിൽ ജാതികൾക്ക് അതീതമായൊരു പാർട്ടി അത് ചെയ്തുകൂടാ എന്ന് പറയാനുള്ള ആളുകളുടെ എണ്ണം നിശ്ചയമായിട്ടും കുറഞ്ഞു വരുന്നുണ്ട്. അത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു സൂചനയാണ്. സാമുദായിക പ്രീണനം ഞാൻ വളരെ ബോധപൂർവം തന്നെ പറഞ്ഞാണ്. സമുദായങ്ങളെ, ഭൂരിപക്ഷ സമുദായങ്ങളെ അല്ലെങ്കിൽ ധാരാളം വോട്ടുള്ള സമുദായങ്ങളെ പ്രീണിപ്പിക്കാനുള്ള വഴിവിട്ട ശ്രമങ്ങൾ നടന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും നാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾക്ക് നേരെ വിരുദ്ധമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക, വോട്ടിന് വേണ്ടി മാത്രം അവരെ ശ്രീനാരായണ ഗുരുവിനേക്കാളും വലിയ ആളുകളാണെന്നുള്ള മട്ടിൽ പറയുക. ഇത് നീചമാണ്. അത് വളരെ ഏറ്റവും ഒരു വലിയ അധപ്പതനത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ ന്യൂനപക്ഷത്തിന് വേണ്ട പോലെ പിന്തുണ നൽകാതിരിക്കുക. ഞാൻ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ചല്ല പറയുന്നത്. വർഗീയത എല്ലാ പക്ഷങ്ങളിലും ഉണ്ട്. വർഗീയമല്ലാത്തൊരു വലിയ ന്യൂനപക്ഷം കേരളത്തിലുണ്ട്. വാസ്തവത്തിൽ കേരളത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ ഒരു വലിയ ഭാഗം വർഗീയവാദികളല്ല. അവർ മറ്റ് മതങ്ങളുമൊക്കെ ആയിട്ട് സൗഹൃദത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആ തരത്തിലുള്ള ന്യൂനപക്ഷത്തെ പിന്തുണയ്ക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും ഈ ഹിന്ദുത്വ നേതൃത്വത്തിൻ്റെ ഒരു കാലത്ത് അവരുടെ അടിസ്ഥാനപരമായൊരു കടമയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ലെങ്കിൽ സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ അടിസ്ഥാനപരമായൊരു കടമയാണ്. അതിൽ നിന്നും അവരകന്നു പോകുന്നില്ലേ എന്നുള്ള ബലമായ സംശയം. അധികാര കേന്ദ്രീകരണം വളരെ കൂടുതലായി ഈ ഒരു 10 വർഷം കൊണ്ട് എന്നൊരു അഭിപ്രായം പൊതുവിൽ ഉയരുന്നത്, കേന്ദ്രീകരണം ഏക വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഫോക്കസിലേക്ക്, അങ്ങനെ ഒരു അഭിപ്രായത്തോട് എത്രത്തോളം നമുക്ക് ഈ അധികാര കേന്ദ്രീകരണം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി എനിക്ക് വളരെ വ്യക്തമായ ഒരു ധാരണയില്ല. ഒന്ന്, അതിന് ആളുകൾ സ്വയം തന്നെ കീഴ്പ്പെടുന്നതാകാം, അല്ലെങ്കിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ MLA-മാരോ അതേ കക്ഷിയിലെ മറ്റ് നേതാക്കളോ ഒക്കെ തന്നെ അത്തരത്തിലുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗത്തിനോ കീഴ്പ്പെടുന്നത് കൊണ്ടാകാം. അല്ലെങ്കിൽ ആ വിഭാഗം ഈ വലിയൊരു വിഭാഗത്തിൻ്റെ മേലൊരു ചെറിയ വിഭാഗം അടിച്ചേൽപ്പിക്കുന്നത് ആകാം. എന്നാലും വളരെ പൊതുവായുള്ള ഒരു പ്രതീതി എനിക്കതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഞാൻ ഏതാണ്ട് 4 വർഷമേ ആയിട്ടുള്ളൂ കേരളത്തിൽ വന്നിട്ട്. 30 വർഷം ഡൽഹിയിലായിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പ്രകടമായ ഒരു കാര്യം ഈ തരത്തിലുള്ള ഒരു നേതൃത്വ സങ്കോചം എന്ന് പറയാവുന്ന എന്തോ ഒന്ന് നടക്കുന്നുണ്ട് എന്നതാണ്. അത് നമുക്ക് പരസ്യങ്ങളിൽ നിന്നും അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നും ഒക്കെ വ്യക്തമാകുന്ന ഒരു കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.